മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും നിസ്സഹായ അവസ്ഥകളിലും ഓടിയെത്തുന്ന ഒരു അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. തന്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ ശുശ്രൂഷിക്കാനായി ആ അമ്മ ഓടിയെത്തി. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ തന്റെ പുത്രനോട് പറഞ്ഞ് സഹായഹസ്തമായി മാറി ആ അമ്മ. തന്റെ അമ്മ പറഞ്ഞ കാര്യം അക്ഷരപ്രതി സാധിച്ചു കൊടുത്തപ്പോൾ ആ പ്രിയപുത്രന് തന്റെ അമ്മയോടുള്ള സ്നേഹവും അനുസരണവും വിധേയത്വവും നമുക്ക് ദർശിക്കാൻ കഴിയും. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമാണ് ആ അമ്മ ഈശോയെ വളർത്തിക്കൊണ്ട് വന്നത്. ഒരു കുഞ്ഞ് എങ്ങനെ വളർന്നു വരണം എന്നതിനുള്ള ഉത്തമമായ മാതൃകയാണ് ഈശോ. തന്റെ മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണയിലും അവരെ ജോലിയിൽ സഹായിച്ചു ഈശോ ഒരു നല്ല മകനായി. ഒടുവിൽ കാൽവരി മലയിൽ വെച്ച് തന്റെ പ്രിയപുത്രൻ നമുക്കായി ജീവത്യാഗം ചെയ്തപ്പോൾ സഹനത്തിന്റെ നിർഗുണമായി ആ പാവ അമ്മ നമുക്കും അമ്മയെ, നമ്മുടെ സ്വന്തം അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയെ പോലെ വളരാൻ ശ്രമിക്കാം. അമ്മയുടെ സ്നേഹവും സേവനവും വിധേയത്വവും നമുക്കും മാതൃകയാക്കാം. പഠിക്കാനും മറ്റു വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ട്. പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും അവരെ സഹായിക്കാൻ കഴിയണം. ജപമാല എന്ന ആയുധം കൈകളിലേന്തി അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. പരിശുദ്ധ അമ്മ നമുക്ക് ജീവിതത്തിൽ മാതൃകയെ